Praise the Lord. My precious friends, I greet each one of you in the name of our Lord Savior Jesus Christ. Hope you all are fine, happy and good and safe. So today we are going to meditate on John 4 verse 9 to 10. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ഞാൻ ഈ ബൈബിൾ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന വാക്യം 1 John 4:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 1 John 4:9 to 10 says, "This is how God showed His love among us. He sent His one and only Son into the world that we might live through Him. This is love, not that we loved God, but that He loved us and sent His Son as an atoning sacrifice for our sins." ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. സോ today's promise is that God loves you and His love is unconditional. So God's expression of His unconditional love is found throughout the Bible. ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ നിരുപാധികമായ സ്നേഹത്തിൻ്റെ പ്രകടനം നമുക്ക് ബൈബിളിലുടനീളം നമുക്ക് കാണാം. Although we are commanded to repent our sins and strive towards the way of God, He never stops loving us in our journey to righteousness. നമ്മുടെ പാപങ്ങൾ നമ്മൾ പശ്ചാത്തപിച്ച് ദൈവമാർഗത്തിലേക്ക് പ്രയത്നിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നീതിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവൻ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല. God's love for mankind as described in the Bible is clearly unconditional. ബൈബിൾ വിവരിച്ചിരിക്കുന്നത് പോലെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തമായും നിരുപാധികമാണ്, അൺകണ്ടീഷണലാണ്. He loves because it is His nature to love. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ നേച്ചർ അതാണ്, കാരണം സ്നേഹിക്കുന്നത് അവൻ്റെ സ്വഭാവമാണ്. He causes His sun to rise on the evil and the good and sends rain on the righteous and the unrighteous. സ്വർഗസ്വനായ നമ്മുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. The unconditional nature of God's love is most clearly seen in the gospel. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധമായ സ്നേഹം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. As God considered as the plight of His rebellious people, He determined to save them from their sin, and this determination was based on His love. Listen to the Apostle Paul's words from his letter to the Romans. തൻ്റെ മത്സരികളായ ജനത്തിൻ്റെ ദുരവസ്ഥ ദൈവം പരിഗണിച്ചപ്പോൾ അവരുടെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. ഈ ദൃഢനിശ്ചയം അവൻ്റെ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, "You see, at just the right time, when we were still powerless, Christ died for the ungodly. Very rarely will anyone die for a righteous man. Though for a good man, someone might possibly dare to die. But God demonstrates His own love for us in this: while we were still sinners, Christ died for us." Romans 5 verse 6 to 8. നിങ്ങൾ കാണുന്നു, കൃത്യസമയത്ത് നാം ശക്തിയില്ലാത്തവരായിരിക്കുമ്പോൾ ക്രിസ്തു ഭക്തി കെട്ടവർക്ക് വേണ്ടിയാണ് മരിച്ചത്. വളരെ അപൂർവം മാത്രമേ ഒരു നീതിമാനായ ഒരു മനുഷ്യന് വേണ്ടി ആരെങ്കിലും, ഒരു നീതിമാനായ മനുഷ്യൻ പാപിക്ക് വേണ്ടി മരിക്കുകയുള്ളൂ. ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ ധൈര്യപ്പെടുമോയെന്നറിയില്ല. എന്നാൽ ദൈവം നമ്മളോടുള്ള തൻ്റെ സ്വന്തം സ്നേഹം ഇതിൽ പ്രകടമാക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. God revealed His love towards us in the giving of His Son Jesus Christ as the propitiation for our sins. നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി ദൈവത്തിൻ്റെ നീതിയുള്ള ക്രോധത്തിൻ്റെ ശമനം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ദാനത്തിലൂടെ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. This divine rescue based on unconditional love resulted in a gracious act of self-sacrifice. As Jesus said, "Greater love has no one than this, that He laid down His life for His friends." That is precisely what God in Christ has done. നിരുപാധികമായ സ്നേഹത്തിൽ അധിഷ്ഠമായ ഈ ദൈവിക രക്ഷാപ്രവർത്തനം
ആത്മത്യാഗത്തിൻ്റെ കൃപയുള്ള പ്രവൃത്തിയിൽ കലാശിച്ചു. യേശു പറഞ്ഞതുപോലെ സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം മറ്റൊന്നുമില്ല. ക്രിസ്തുവിൽ ദൈവം ചെയ്തതും അതുതന്നെയാണ്. But because of his great love for us, God, who is rich in mercy, made us alive with Christ even when we were dead in transgressions. It is by grace you have been saved. Ephesians 2 verse 4-5. എന്നാൽ കരുണാസമ്പന്നനായ നമ്മുടെ ദൈവം നമ്മളോടുള്ള അവൻ്റെ വലിയ സ്നേഹം നിമിത്തം നാം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നപ്പോഴും ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതാണ് എഫേഷ്യൻസ് 2:4-5 പറയുന്നത്. This is how God showed his love among us. He sent his one and only Son into the world that we might live through him. This is love, not that we loved God, but that he loved us and sent his Son as an atoning sacrifice for our sins. ദൈവം നമ്മുടെ ഇടയിൽ തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് ഇങ്ങനെയാണ്. അവൻ തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നാം ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു. ഇതാണ് സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് അവൻ നമ്മെ സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ പ്രായശ്ചിത്തമായി അയച്ചു എന്നതാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങൾ. Does God love everyone? Yes, he shows mercy and kindness to all. In that sense, his love is unconditional. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടോ? അതെ, അവൻ എല്ലാവരോടും കരുണയും ദയയും കാണിക്കുന്നു. ആ അർത്ഥത്തിൽ അവൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്, നിരുപാധികമാണ്. He willingly left his throne to become a man that he might pay the penalty for our sin, so that we could not have to pay for it for all eternity in the lake of fire. അവൻ തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമി വന്നു. നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ തീർപ്പാക്കേണ്ടതിന് തീപ്പൊയ്കയിൽ നിന്നും തീപ്പൊയ്കയിൽ നിന്ന് രക്ഷിച്ച് നമുക്കൊരു നിത്യത തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത്. Because mankind's sin has been paid for by our sinless Savior Jesus Christ. God, who is just and holy, can now forgive our sins when we accept Christ Jesus' payment as our own. മനുഷ്യരാശിയുടെ പാപം നമ്മുടെ പാപരഹിതനായ രക്ഷകനായ യേശുക്രിസ്തുവിൽ പരിഹരിച്ചതിനാൽ നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിന് ഇപ്പോൾ ക്രിസ്തയേശുവിൻ്റെ പ്രതിഫലം നമ്മുടേതായി അംഗീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയും. നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം അവൻ്റെ മക്കളായിത്തീരുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നു. ആൻഡ് വി ബിക്കം എ ന്യൂ ക്രിയേഷൻ. സോ when we receive Jesus Christ as our Savior and Lord, our sins will be forgiven and we will become the children of God. Thus Christ's love is shown in his leaving his home in heaven, where he was worshipped and honored as he deserved, to come to earth as a man, where he would be mocked, betrayed, beaten and crucified on a cross to pay the penalty for our sin, rising again from the dead on the third day. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം നോക്കൂ. സ്വർഗത്തിൽ തൻ്റെ സ്വർഗം ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയും എല്ലാവരും മർദ്ദിക്കപ്പെടുകയും കുരിശിൽ തറച്ച് ശിക്ഷ ഏൽക്കുകയും മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ എഴുന്നേറ്റത് നമുക്ക് വേണ്ടിയിട്ടാണ്. ദിസ് ലവ് വിച്ച് he demonstrated towards us on the cross is just the beginning. When we place our trust in him as our Savior, he makes us God's children, co-heirs with him. He comes to dwell with us through his Holy Spirit, promising that he will never leave us nor forsake us. Thus, we have a loving companion for life, and no matter what we go through, he is there and his love is ever available to us. കുരിശിൽ അവൻ നമ്മോട് കാണിച്ച ഈ സ്നേഹം ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ രക്ഷകനായി നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി അവനോടൊപ്പം അവകാശികളാക്കുന്നു. അവൻ തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല എന്നവൻ വാഗ്ദാനം ചെയ്യും. അങ്ങനെ നമുക്ക് ജീവിതത്തിന് സ്നേഹമുള്ള ഒരു കൂട്ടുകാരനുണ്ട്. നാം എന്തിലൂടെ കടന്നു പോയാലും നാം അവനോട് കൂടെയിരിക്കും. കർത്താവ് നമ്മളോട് പറഞ്ഞത് ലോകാന്ത്യത്തോളം നമ്മളോട് കൂടെയിരിക്കാമെന്നാണ്. അൺകണ്ടീഷണൽ love does not mean that God loves everything we do, but rather his love is so intense that he loves every sinner, no matter how vile and despicable he or she may be in the eyes of the humanity. നിരുപാധികമായ സ്നേഹം എന്നാൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം സ്നേഹിക്കുന്നുവെന്നല്ല, മറിച്ച് അവൻ്റെ സ്നേഹം വളരെ തീവ്രമാണ്. അവൻ അല്ലെങ്കിൽ അവൾ മനുഷ്യരാശിയുടെ ദൃഷ്ടിയിൽ എത്ര നികർഷണം നിന്ദ്യനുമായാലും ദൈവം അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നു. God's love motivates his compassion and mercy. His love brings transformation.
He loved us first, enabling us to respond properly to His love, and His love never fails. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവൻ്റെ സ്നേഹത്തോട് ശരിയായി പ്രതികരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അവൻ്റെ സ്നേഹവും ഒരിക്കലും പരാജയപ്പെടുന്നില്ല. So, hallelujah. Those who are watching this video, did you receive Jesus Christ as your Savior and Lord? He is loving you. He wants you, hallelujah, to receive Him as a Savior and Lord. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എൻ്റെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിനായി ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God is asking for your heart to be open for Him to come and dwell in you. So will you open your heart to receive Jesus Christ as your Savior and Lord? Hallelujah. അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമോ? കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതാന്ത്യത്തോളം നിത്യതയോളം ആ സ്നേഹം നിലനിൽക്കും. So if you receive Jesus Christ as a Savior and Lord, this love will extend till eternity. So shall we pray? May God, my Heavenly Father, hallelujah, I'm praying for those who are watching this video, hallelujah, to be blessed. Daddy, fill them with your love, Daddy. Hallelujah. Those who have already received Jesus Christ as a Savior and Lord, bless them with more love, Daddy. Bless them with your presence, Daddy. Fill them with your Holy Spirit, Daddy. Help them, lead them, Daddy. Hallelujah. Guide them in their ways, Daddy. Hallelujah. Bless all their, hallelujah, jobs, their, hallelujah, Jesus, Daddy. Whatever they do, they let you bless them, Daddy. Hallelujah. Heal them, Daddy. Bless them with your abundant blessings, Daddy. Thank you, Jesus, for hearing our prayer. In Jesus' name I pray. Amen. സർക്കസനായ കർത്താവെ, വീഡിയോ കാണുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ. സ്വീകരിച്ചവരെ കർത്താവെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടണമേ. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണമേ. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. അവരുടെ ഏത് ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റി കൊടുക്കണം. ഇന്നത്തെ ദിവസം കർത്താവെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി കർത്താവ് മാറ്റണമേ. അവരുടെ വഴികളെല്ലാം കർത്താവ് ലീഡ് ചെയ്യണമേ, ഗൈഡ് ചെയ്യണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. So thank you, Jesus, for hearing our prayers. Amen. Hallelujah. So thanks a lot for all who have been watching this video. May God bless you. I pray that you have a safe, happy and blessed day. May God protect you. Be happy and beautiful always. May God always keep you in His loving care. Love you all with lots of love and prayers into. And if I got any prayer requests, you can send to my mail ID intulekarachikumar@gmail.com. And please do subscribe my channel, like, comment and share, so that your friends and other loved ones will be blessed by this video. So thanks. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കും. സന്തോഷത്തോടെ പോവുക. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അവരും ഈ വചനങ്ങളാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടെ ഇന്നത്തെ ദിവസം. So see you tomorrow. May God bless you. Bye.